അൽഹംദുലില്ലാഹ്. അതിൻ്റെ അടിയിൽ കൂടെ കണ്ടങ്ങൾ അത് മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, ഖൈറും ബർക്കത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു തആല കുടുംബത്തിൽ പ്രവാചകരോടുള്ള മഹബത്ത് നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ ബഹുമാനപ്പെട്ട തിരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി തആല മഹബത്ത് വെക്കാനും ആ പുന്നാ നബി തങ്ങൾ സ്വപ്നത്തിൽ കാണാനും റസൂലുള്ളാഹിനോട് കൂടെ സുഖലോകത്ത് ഒരുമിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമുക്ക് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഗുളിക നാവിൻ്റെ ഒട്ടിൽ വെക്കുക, കസേര പതുക്കെ ഇരിക്കുക, വേറെ ഒരു രക്ഷയില്ല. എന്ത് ഞങ്ങളിത് ഇങ്ങനെ തുടരും. ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങൾ കുറച്ചുകൂടെ എതിർത്തിട്ട് വേണോ ഞങ്ങൾക്ക് തറയിട്ട് കടക്കുന്നു വെക്കാൻ. ഞാൻ നിങ്ങൾ ഉഷാറാവും തോറും പിരിവ് ഇങ്ങനെ കൂടുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇരിക്കട്ടെ, ഈ കാശി ഇവിടെ വന്ന് പറഞ്ഞു കേട്ടില്ല നിങ്ങൾ. അപ്പൊ അള്ളാഹുത്തെ തോന്നിപ്പിച്ചു വന്ന് അപ്പൊ വന്നിട്ട് ഉഷാറായിട്ട് ഞാൻ വന്നിട്ട് ഒരു കാര്യങ്ങൾ ചിന്തിച്ചോ. കാസിമി പോകരുത് എന്ന് പ്രഗത്ഭർ പലരും വിളിച്ചു പറഞ്ഞു. അതിപ്പോ നമ്മൾ പറയില്ല എന്ന് ഉറപ്പല്ലേ. കാരണം ഞമ്മക്ക് പെച്ചങ്ങായി വന്ന ക്ലിപ്പൊന്നും കൂടി ആരെ കിട്ടുന്നില്ല, അല്ലാതെ നമുക്ക് ഇപ്പോൾ നഷ്ടമൊന്നും വരാമല്ലോ. ബെർത്തെ നമ്മളായിരിക്കും മുജാഹിദ് ബാലുശ്ശേരി ഇയാൾക്ക് ബെരണെന്നാ നമ്മളെ ഉണ്ടാ എന്നാൽ ഒരു 4 ക്ലിപ്പ് നമുക്ക് ഏറെ കിട്ടും നോക്കുന്നു പറഞ്ഞു കാട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയില്ല. പിന്നെ ഇവരെ കൂട്ടത്തിൽപ്പെട്ട കാര്യപ്പെട്ടവർ പറഞ്ഞു കാശ്മീർ പോകരുത്, അത് ഒഴിവാക്കി പോന്നു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? വലിയോല് പറഞ്ഞ് ചെറിയോല് കേൾക്കണില്ല. ഇതന്നെയല്ലേ മുഖം കടല്. ഈ മുഖം കെട പറഞ്ഞാൽ കുമ്പളങ്ങ കടണമായൊന്നുമല്ല. ഇങ്ങനെയൊക്കെ തന്നെ പരസ്പരം യോജിപ്പില്ലാതെക്കല. സെക്രട്ടറി ഒന്ന് പറയാ, പ്രസിഡന്റ് വേറെ പറയാ, അനുയായികൾ വാരും പോവുക അല്ലേ, ഇതല്ലേ. എന്നിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞേ കേട്ടില്ല നിങ്ങൾ അമീദ് വൈശി ഏപ്പിനെ പറ്റിച്ചതാ അമീദ് വൈശി. എന്നിട്ട് കേട്ട് അമീദ് വൈശി ചിരിക്ക, അതാ രസം. ഒപ്പുള്ളതും ചിരിക്ക. ഏതായാലും നിങ്ങൾക്ക് പറ്റിയ അനുയായികളെ കിട്ടിക്കിട്ടോ. ആലോചിച്ചൊക്കെ നിങ്ങൾ ചാക്കി കൊത്ത ചങ്കരൻ ഇവിടെ പറയേണ്ടി. എന്നാ പഠിച്ചോനെ വേറെ നേതാവ് പറ്റിച്ചോനെ വഞ്ചിച്ചു എന്നല്ലത്. ഈ വഞ്ചന നടത്തുന്ന ആളാണ് നേതാവ് ഒരു സ്റ്റേജിൽ ഇരുന്ന് പറയാ, മറ്റേ ആന്ന് പറഞ്ഞ് തീർച്ചയായും ചെയ്യാന്ന് കേട്ടോളി പറ്റിച്ചതാ. ഹസ്രജിയുടെ വീട്ടിലും മുടിയുണ്ട് എന്ന് ഹമീദ് ഫൈസി പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ സത്യത്തിൽ പറ്റിയത് ഏപ്പിക്ക് ഹമീദ് ഫൈസിയെ ഇത്തിഫാക്കിയതാ. വലിയ പെടല വെച്ചത് സത്യത്തിൽ പറ്റിച്ചാളാ ഹമീദ് ഫൈസിയ. അതിനെ സത്യ ഹസ്രജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഹസ്രജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പി ഉസ്താദിന്റെ കൽബ് ക്ലിയറാന്നല്ലേ അപ്പൊ അന്നേരം മാനം മാവായികളെ. കാരണം മുഅ്മിനീങ്ങൾ അങ്ങനെയാണല്ലോ. വേർത്തെ വക്കറതല്ല, വഞ്ചനല്ല. അൽ മറു യഖീസു അലാ നഫ്സിഹി. എന്റെ മാരിനേൽക്കും എല്ലാവരും തന്നെ മനസ്സിലാക്കുക. അപ്പൊ അമീദ് വൈസി അവിടെ മുടിയുണ്ട് എന്ന് പറഞ്ഞപ്പോ പി വിചാരിച്ചു നേരം നേക്കും. അങ്ങനെ തന്നെയല്ലേ മുഅ്മിനീങ്ങള്. എന്നിട്ടോ ഹോ ചങ്ങ കോയിക്കള 4 കോക്കരും ആലോചിച്ചാ നിങ്ങൾ. ഈ കോലത്തിൽ പി പറ്റിച്ചു അമീദ് വൈസിനെ. എന്നിട്ട് കേട്ട് കൗമ ചിരിച്ചാ. പണ്ട് ബ്രിട്ടീഷുകാരൻ കേരളത്തിൽ വന്നപ്പോ വീടിൽ കൂടെ കയറി നമ്മൾ അൽബിക്കുട്ടിയാക്കനെ മുറുക്കാൻ കടി കയറിയ സാധനത്തിന്റെ വില ചോദിച്ചിറങ്ങിയാണ്. ഇറങ്ങി നോക്കുമ്പോ സാധനം വാങ്ങാതെ നിന്നപ്പോ മൂപ്പർക്ക് ചൂടായി. കാരണം ടൂറിസ്റ്റുകൾ അങ്ങനെയാണല്ലോ. ഇയാളെങ്ങനെ ആളുടെ എരപ്പാളിയെന്ന് വിളിച്ചു. അപ്പൊ ഇത് വിളിച്ചപ്പം ബ്രിട്ടീഷുകാരന് തോന്നി ഇതെന്തോ തോന്നിയാസം പറഞ്ഞതാണോ. തിരിഞ്ഞിന്ന് കണ്ടു ചോദിച്ചു എന്താ അയാളെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ ഒപ്പം പരിഭാഷപ്പെടുത്താൻ വന്ന ദ്വിഭാഷിക്കറിയാം കള്ളെരുപ്പാളി എന്നുള്ള നേരെ മാന പറഞ്ഞു കൊടുത്താൽ ഉറപ്പാണ് ഭരണത്തിന്റെ മുമ്പിൽ ബ്രിട്ടീഷുകാരൻ തല്ലും. തച്ചാൽ കുട്ടിയാക്കും വിടൂല, മൂപ്പർ അങ്ങോട്ടും തല്ലു നിൽക്കൂലെന്ന് ഉറപ്പാണ്. അപ്പൊ ഈ ദ്വിഭാഷി ഹിക്മത്തെടുത്തിട്ട് പറഞ്ഞു കൊടുത്തുവരോ എന്തേ കള്ളെരുപ്പാളി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ജെന്റൽമേൻ എന്നാണ്. എന്ന് പറഞ്ഞാല് നല്ല മാന്യനാണ് നിങ്ങള് എന്നാണ് ആ പറഞ്ഞേനെ മാനാണ്. ഇത് കേട്ടപ്പം ബ്രിട്ടീഷുകാരങ്ങോട്ട് കുഞ്ഞപ്പോയി. അങ്ങോട്ട് കോളർ കുലുക്കിയിട്ട് പറഞ്ഞു ദാറ്റ് ഈസ് എ കറക്റ്റ്. ഐ ആം കല്ലർപാലി, മൈ ഫാദർ ഈസ് എ കല്ലർപാലി, മൈ ഗ്രാൻഡ് ഫാദർ ഈസ് എ കല്ലർപാലി. ഏത് ഇയാൾ ഈ കള്ളർപാലി പറഞ്ഞ നല്ല മനസ്സിലാക്കിയതാ. ഇത് ദ്വിഭാഷി പറ്റിച്ചതാ. ഇതേപോലെ അമീദ് വൈസി പറ്റിച്ചതാ എന്ന് പറഞ്ഞപ്പോ മറ്റുള്ളവരൊക്കെ ചിരിച്ച അമീദ് വൈസിയെ കേട്ടിക്കുക. ഓന്റെ കൗമ്യങ്ങൾ പിടിച്ചിട്ടുണ്ടല്ലേ, നല്ലോണം പിടിക്കില്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, നിങ്ങൾ പിടിക്കുന്നവരെങ്കിൽ നന്നാകണം. അതങ്ങനെ കാരണം കുറെ നേരം നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഉള്ളത് ഇപ്പൊ അങ്ങനെ ഇട്ടുതരല്ലേ.
ഞാൻ വേറെ ഇങ്ങനെ പറിച്ചിങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പോലൊക്കെ 10 പേരത്തിനൊക്കെ കൂട്ടിയതാണ്. ക്ലിപ്പ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാലികാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഒരു രക്ഷയില്ലല്ലോ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ആലോചിക്കുക. നിങ്ങളൊന്ന് ചിന്തിക്കണം, നിങ്ങളൊന്ന് ആലോചിക്കണം. എന്നിട്ട് പിന്നെ നോണ അറിയാൻ പോവാണ്. അതായത് അമീദ് വൈസ് പറഞ്ഞ വാക്ക് മൂപ്പര് ആലോചിച്ചില്ല. വാക്ക് പറഞ്ഞത് AP കേട്ട് തിരിച്ചായി പോയി അടുത്ത നോണ അത് ഇട്ടോളൂ, ബാക്കിട്ട് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. നാളെ മറുപടി പറയണേ, നാളെ മറുപടി പറയണം. പാമ്പ് വരായതിന്റെ പാമ്പും കൂടി കേട്ടോ, ബാക്കിയിട്ടോളൂ. ഇതൊക്കെ ബോർഡ് വെക്കണം അല്ലേ പരിപാടിന്റെ മുമ്പ്. ശ്രദ്ധിച്ചതുമില്ല, അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്തതാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു, ഹസ്രത്തിന്റെ വീട്ടിലെ മുടിയാണെങ്കിൽ സ്വീകരിക്കാൻ അമീദ് വൈസി പറഞ്ഞിട്ടുണ്ടല്ലോ, അമീദ് വൈസി നിങ്ങൾ ഇത്ര വലിയ ആളല്ലേ, നിങ്ങൾ അംഗീകരിക്കും. ഞാൻ വന്ന ഉടനെ അമീദ് വൈസിയോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത്. കാരണം ഹസ്രത്തിന്റെ വീട്ടിൽ മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, അമീദ് വൈസി പറഞ്ഞു, സദസ്സിൽ ഞാനുണ്ട്. പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാണ്. സത്യത്തിൽ പറ്റിപ്പോയത് അമീദ് വൈസി എത്തിപ്പായ ചെയ്തതാണ്. ഇത് ഹക്കായ മുടിയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് നമുക്കൊരു വിഷമമില്ല. പക്ഷേ ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ, നമുക്ക് വിഷയമല്ല. അതാണ് നമുക്ക് വിഷയമുള്ള കാര്യം. പറഞ്ഞത് അങ്ങനെയാണ്, AP കേട്ടത് അങ്ങനെയല്ല. ഞാൻ കേട്ടോളൂ അമീദ് വെച്ച് പറഞ്ഞത് എങ്ങനെയാണ്. മുടി ഉണ്ട് എന്ന് വ്യക്തമായി വിശ്വസിക്കാൻ പറ്റുന്ന ആള് എനിക്ക് പറഞ്ഞത് രേഖാമൂലം തെളിഞ്ഞിട്ടുണ്ടെന്നാ അമീദ് വെച്ച് പറയാൻ പോണത്. എനിക്ക് വ്യക്തമായി വിശ്വസിക്കാൻ പറ്റിയ ആൾ പറഞ്ഞതാ, കേട്ടിട്ടുണ്ട് എന്നല്ല. കാസിമി പച്ചക്കളവ് പറഞ്ഞതാണ്. നിങ്ങൾ ഖുർആൻ ക്ലാസ് എടുക്കണല്ലേ, നിങ്ങൾ ഡയറക്ടറാണല്ലേ, നിങ്ങൾ ഫ്ലക്സിൽ വരുന്നുണ്ട് അല്ലേ, പിടിച്ചോളി. ആഹൃത്തക്ക് നിൽക്കണ്ട, ദുന്യാവ് തന്നെ കള്ളി പൊളിയാൻ പോകാൻ. എന്തേ ഈ സംസാരിക്കുന്ന സ്ക്രീനാണ്. നിങ്ങൾ ഫ്ലക്സ്, ഇത് യുഗം ഫ്ലക്സ് മാത്രമല്ല LCD യുഗം. മനസ്സിലാക്കണം. അയ്യൗമ നഖ്തുമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും. മൗലവി വകിക്കോൻ എന്താ പ്രസംഗിച്ച് ഇട്ടു കൊടുക്കുക അമീദ് വൈസിന്റെ. ഇന്ത്യയിലെ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, UAE മന്ത്രി. അദ്ദേഹം ഹസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതാണ് അമ്പലക്കടയെ പറഞ്ഞത്, കാസി പറഞ്ഞതോ അങ്ങനെ കേട്ടിട്ടുണ്ട്. AP വാക്ക് ശ്രദ്ധിച്ചില്ല. മിസ്റ്റർ കാസിനെയും മിസ്റ്റർ അമ്പലക്കടവിനെയും ഉടലോട് കൂടെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇത് രാജ്യമാണ് തെളിയിക്കാൻ തയ്യാറുണ്ടോ? പിടിച്ചുകൊണ്ടിരിക്കുന്ന എസ്റ്റക്കാരൻ ഞാൻ വെല്ലുവിളിക്കുന്നു. രണ്ടിപ്പം ഞാൻ വെച്ചത് ക്ലിപ്പാണ്. ഇത് ലേഖനാക്കി തിരുമറിയാട്ടി നിങ്ങൾക്ക് പറയാ ക്ലിപ്പാപ്പ് ഞാൻ ഈ പറയുന്നത്. ഫോൺ വിളിക്ക് അമീദ് വൈസിക്ക്, ഫോൺ വിളിക്ക് കാസിമിക്ക്. ദുനിയാവുന്നല്ലേ ഇത്? ഞാൻ പറഞ്ഞത് നിങ്ങൾ ചൂടാക്കാൻ പറയല്ലേ കൂട്ടരെ. നിങ്ങൾ നിഷ്പക്ഷ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ ഏതായാലും ഇപ്പം ചൂടുമ്പോൾ കേട്ട് പെട്ടെന്ന് കിടന്നാൽ ഉറക്കൊന്നും വരൂലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുപ്പായൊക്കെ കഴിച്ചിട്ടിട്ട് ജനറൽ ബോഡിയും കാട്ടി പുറത്ത് ഇങ്ങനെ വിഞ്ഞെടുക്കുമ്പോൾ സംഗതി പത്തപ്പിരിയാണ് വന്നതെങ്കിലും പ്രസംഗിച്ചതൊക്കെ നമ്മളെ മൗലിയമാരും മൗലികളാണല്ലോ, ക്ലിപ്പാണല്ലോ ഇട്ടുന്നത്. അതിൻ്റെ അപ്പുറം ഇപ്പുറം എന്തെങ്കിലും ഉണ്ടായാലും പറഞ്ഞു തന്നെയാണല്ലോ. എന്തിനാ അവർ ഇങ്ങനെയൊക്കെ കളവറിയാൻ പോയത്? അയ്യേ ഞാൻ AP കൂടണമൊന്നുമില്ല, എന്നാൽ ഞാൻ ഞാനല്ല എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. അത്ര ഈപത്തിനും ഒഴിവായി കിട്ടുമല്ലോ അല്ലേ? ആലോചിച്ചോക്കാണ് നിങ്ങൾ. ഇത് എന്തിനാ അന്നാണ് തീരുമാനം, എന്തിനു കളവ് പറയണം? പക്ഷെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നാളെ നിങ്ങൾക്ക് പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊന്നും എൻ്റെ ഒരു മരുന്നിന് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. മറ്റെങ്കിൽ ഞങ്ങൾ പറ്റി ഒന്നും പറയാതെ പോയാലേ ഇവരെ ഒന്ന് പോയി ആരും കുട്ടിയില്ലാതെ വിറ്റെടുക്കണോ അത് നിങ്ങൾ പറയണ്ട. അതിന് വേണ്ടിയാണ് അൽഹംദുലില്ലാ നമ്മളെ പരിപാടി ഓൺലൈനിലൂടെ 1000 ചില്ലാനത്തോളം ആളുകൾ ഇപ്പോൾ ഇത് ലോകത്തിൻ്റെ പല ഭാഗത്തും കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ 5 കൂപ്പൺ വാങ്ങിയപ്പോൾ 2 പ്രവർത്തകന്മാർ 2 കൂപ്പൺ ആവശ്യപ്പെടുകയും പണം കൊടുത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റേജിൽ വെച്ച് ഏറ്റുവാങ്ങാൻ റെഡിയാണെന്ന്
വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് കാന്തപുരം ഉസ്താദിന്റെ സുന്നികള് എന്ന് മനസ്സിലാക്കുക. ഇത് പരിപാടി ചേന്നമംഗല്ലൂരിൽ നടക്കുമ്പോ ഓൺലൈനിൽ കൂടെ ലോകത്തിന്റെ പല ഭാഗത്തും ആൾക്കാർ കേൾക്കുക. വിനീതന എന്റെ സ്ഥാപനം ചെറിയ സ്ഥാപനമാണ്, കാരക്കുന്ന് അൽഫലാഖ്. പക്ഷേ മുജാഹിദിന്റെ ഷെറ് മൂത്തപ്പോൾ ഞാൻ തുടങ്ങിയതാണ്. എന്റെ ബൈക്ക് കാറ്റ് വയ്ക്കലും എന്നെ കൂക്കലും കേസ് കൊടുക്കലും ഒക്കെ ചെയ്തപ്പോൾ തുടങ്ങിയതാണ്. അവിടെ ഏൽപ്പിസ്തവന് പ്രസംഗിച്ചപ്പോൾ കണ്ട് ഓൺലൈനിൽ കൂടെ നമ്പാറേൻ ആലോചിച്ചോക്കാൻ നിങ്ങൾ. അള്ളാഹുത്തല കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹുത്തല ഓൺലൈനിലൂടെ ശ്രവിക്കുന്ന രണ്ടല്ലേ മുഴുവൻ ആളുകൾക്കും അള്ളാഹുത്തല ഹൈറും ബറക്കത്തും ഏറ്റി കൊടുക്കുമാറാവട്ടെ. അള്ളാഹു സുന്നി സ്പിരിറ്റ് നമുക്ക് നൽകുമാറാവട്ടെ. തെറ്റിദ്ധരിച്ച് SKS വരെ കൂടെ നിൽക്കുന്ന കുറേ ആളുകൾ നല്ല എത്രയോ മുനികളുണ്ട്. അള്ളാഹുത്തല അവർക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കുമാറാകട്ടെ. കാരണം അവിടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഒരു പ്രവർത്തകൻ വന്നിട്ട് കാരക്കൊന്ന് പറഞ്ഞ ഉസ്താദിൽ നിന്ന് കാണു വെച്ച് ഉസ്താദിന്റെ റൂമിൽ കിടക്കുകയാണ്. റഹീം അള്ള വർക്ക് തീരുമാനാവട്ടെ. എന്താന്ന് വെച്ച് ഏറ്റുസ്ഥാനെ ഞാൻ കുറേ ചീത്ത അറിവുകൾ എനിക്കൊന്ന് മാപ്പ് ചോദിച്ചാനാണ്. ഞാൻ പറഞ്ഞു ഏറ്റുസ്ഥാനപ്പം നേരിട്ട് ഒന്ന് കാണുക പറഞ്ഞാൽ ഞാൻ ഉസ്താദിനോട് പറഞ്ഞോളാം. അങ്ങനെ സ്റ്റേജുമ്മ കയറി സനതൊക്കെ കൊടുത്ത് ഊറ്റംപാറസ്ഥ പ്രസംഗിക്കുമ്പോൾ ഏറ്റുസ്ഥാന്റെ ചെവിയിൽ ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഉസ്താദിനെ കുറെ കുറ്റം പറഞ്ഞ 2 ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്, മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്ന് ഞാൻ അവരോട് പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജിൽ കയറ്റുന്ന മോശമല്ലേ, ഇങ്ങോട്ട് വരാൻ പറയും. ഉസ്താദിനെ മനസ്സ് നോക്കണം. ആ ഫോട്ടോ ഞാൻ പ്രത്യേകം എടുത്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റേജിലൂടെ കൊണ്ടുവന്ന് ബേക്കിലൂടെ വന്ന് ഉസ്താദിനോട് പറഞ്ഞു. കരഞ്ഞു. ചെറുപ്പക്കാരൻ, വളരെ ചെറുപ്പക്കാരൻ, 30 വയസ്സിന്റെ താഴെ ഉണ്ടാവുള്ളൂ. ഉസ്താദ് പുറത്ത് കൊട്ടി സമാധാനം സാരില്ല മോനെ, ഇനി ഉഷാറായി പ്രവർത്തിച്ചാൽ മതി, അള്ളാഹ് പുറത്ത് പോയിട്ട് നോക്കിങ്ങൾ. ഇതാണ് ഏറ്റുസ്താദ്. ഇങ്ങനെ എത്രയോ സ്ഥലത്തുണ്ട്. ഈ കോലത്തിൽ കളവ് പറയുന്ന ആൾക്കാരെ ഇവരിന്ന് തെളിഞ്ഞാൽ പിന്നെ മാപ്പ് ചോദിക്കുന്ന ഉറപ്പില്ല. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ, ഇപ്പൊ സനത് ചോദിക്കണ്ടല്ലോ നിങ്ങൾ, സനതുണ്ടോ ഇത് ചോദിക്കാൻ ഞാൻ എന്താ നിങ്ങൾ സനത് AP ഉസ്താദ് വ്യാജമായിട്ട് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രസംഗിച്ച ആൾക്കാരെ വരും. നിങ്ങൾ മനസ്സിലാക്കണം. സനത് ഉണ്ടാക്കാൻ കഴിയും APക്ക്. അത് പ്രസംഗിച്ചു. ഇപ്പൊ കോഴിക്കോട് പണ്ഡിത സമ്മേളനത്തിൽ വെച്ചിട്ട് നമ്മളെ മറ്റെന്താ പേര് ഫൈസി എടുത്ത എന്താണ് കണ്ണാടി പറഞ്ഞ വൈശി. ആ വൈശി പറഞ്ഞ എന്താ ഏതോ ഒരു നാട്ടിൽ ന്യൂസിലാൻഡിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരാള് മർക്കസിന് മുമ്പ് ജോലി ചെയ്യുന്നു. അയാളോടാണ് ഈ കഴിഞ്ഞ വീടിന്റെ സനത് ഉണ്ടാക്കാൻ പറഞ്ഞത്. മുൻകൂർ ജാമ്യം എടുക്കുക കിട്ടൂലേ? എന്നിട്ട് കണ്ണാടി പറമ്പ് വൈശിന്റെ പ്രസംഗം ഇപ്പൊ കഴിഞ്ഞ് കോഴിക്കോട് നടത്തിയ പ്രസംഗം. ന്യൂസിലാൻഡിൽ ഇന്ന് ജോലി ചെയ്യും നേരത്തെ ഭർത്തത്തിൽ തന്നെ ജോലി ചെയ്ത വിശ്വസ്തനായ ഒരാളോട് വിളിച്ചിട്ട് ധനമുണ്ടാക്കാൻ ഒരു ധനമുണ്ടാകും. അപ്പം മൂവരെന്ത് ചെയ്യും? ഒരു ധനമുണ്ടാകും. ആ ധനം സാധിക്കുക ദൈവത്തിന്റെ ധനത്തിനോട് ഈ പറയുന്നതൊക്കെ ചേർത്തിട്ട് ഒരു ധനമുണ്ടാകും. മതി. നോക്കിങ്ങള് അവൻ ന്യൂസിലാൻഡിൽ ഇപ്പോ ജോലി ചെയ്യുന്ന ഒരാള്, മർക്കസിൽ ജോലി ചെയ്യുന്ന ആളാണ്, വിശ്വസ്തനാണ്. അയാൾ ഒരു സനത് ഉണ്ടാക്കി കഴിഞ്ഞ മുടിക്ക്. പിന്നെ എങ്ങനെ ഇപ്പോൾ അതിന്റെ മുടി സനത് ഉണ്ടെന്ന് ഇപ്പൊ സമ്മതിച്ചെങ്ങനെ? ആ മുടി ആ സനതാ സമ്മതിച്ച് എന്താണ് കൂട്ടി നിങ്ങൾക്കും അന്തല്ല, കേൾക്കുന്ന മനുഷ്യന്മാർക്ക് അന്തണ്ടാവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കാനി. അപ്പൊ ഇങ്ങനെ സനത് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഏൽപ്പിസ്ഥാപിച്ചെങ്കിൽ ഇനിയിപ്പോ ഖസറജിന് സനത് ഉണ്ടായിക്കൂടെ? അതിന് ഒച്ചമുണ്ടായിട്ടുണ്ടാക്കി ഇറക്കണ്ട. എന്തെങ്കിലും പണ്ട് കർത്താവ് ഇവന്മാരെന്ത് പറയും, ഇവന്മാർക്ക് തന്നെ അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ എന്താ നിങ്ങൾക്ക് തന്നെ തിരിയുന്നുണ്ടോ? ഈ കേൾക്കുന്ന മനുഷ്യന്മാർക്ക് തിരിയില്ലേ? പക്ഷെ ഒന്നുണ്ട്, ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. അവനവന്റെ മനസ്സോടെയാണ് ബാക്കി കാര്യോ. എന്തേ ഇവർ വ്യാജസന്ധ ഉണ്ടാക്കിയ ആൾക്കാരാ? അതാ രസോ? ഇതാ പിടിച്ചോ. ദീപസ്തംഭം ആശ്ചര്യം 2 ആഴ്ച കൊണ്ട് സനത്. ഏത് മർക്കസിലെ 14 ദിവസം പഠിച്ചു പോയ ഇബ്രാഹിം ദാരിമി എന്ന വ്യക്തിക്ക് മർക്കസിൽ നിന്ന് സക്കാത്ത് സനത് അയച്ചു കൊടുത്തു. നന്ദി ദാറുസലാമിന്റെ സനദ്ദാന സമ്മേളനത്തിൽ അബ്ദുസമദ് പൂക്കോട്ടൂര് പൊട്ടിച്ച വെടിയാ. അതിന്റെ ശേഷം നാട്ടിക മൂസൂര് പലയിടത്തും കൊണ്ടുവരുന്നു. സനത് പലയിടത്തും കൊണ്ടുവരുന്നു. നമ്മുടെ വർത്തമാൻ ചോദിച്ചാ കോപ്പി എന്തിരോ തരൂല, വിട്ടിങ്ങനെ കാണിച്ചരാ, തരൂല. നോക്ക് നിങ്ങള്, ആ സനദിന്റെ കോപ്പിയാണിത്. സക്കാഫി ഇബ്രാഹിം സക്കാഫി ദാരിമിയനാള് 14 ദിവസം മർക്കസിൽ നിന്നിട്ടുള്ളൂ. അയാൾക്ക് സക്കാഫി കണ്ടു കൊടുത്തില്ലേ? അന്നും ബുദ്ധിയുള്ള ആൾക്കാർ ചോദിച്ചു എന്താ ഇതിന്റെ ആവശ്യം? ഏത് SSFന്റെ ചില കുട്ടികൾ പഠിച്ചവനെ 15 ദിവസം കൊടുത്തു, എന്തേപ്പോ ഇത് പേച്ചോ എന്ന് പറഞ്ഞു തിരിച്ചു നമ്മൾ ചോദിച്ച കാര്യം അല്ല. എന്താ ഇതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ ഞാൻ 9 കൊല്ലം മർക്കസിലും 1 കൊല്ലം ഡൽഹിയിലും 10 കൊല്ലം പഠിച്ച ആളാണ്. ഈ പഠിച്ച് എനിക്ക് സനത് കിട്ടാൻ എനിക്ക് കൈകൊണ്ട് കിട്ടിയൊരു പൊരുത്തല്ലേ. ഇപ്പൊ എന്റെ കൂടെ പഠിച്ചിരുന്ന ഒരാളുണ്ട്.